Ex-Muslim sangi Muslim, Chris sangi Muslim, sangi chiltinu ജീവിക്കും ex-Muslim, sangi kay വൈതാളമതിക്കും, sangi kay തുണിപൊക്കി കാണിക്കും, sangi kay തലയെ ഭോഗിക്കും, sangi kay ആസനം നക്കും. ex-Muslim, ex-Muslim, സിന്ദാബാദ് മുസംഗി സിന്ദാബാദ് ക്രിസംഗി സിന്ദാബാദ്. കേരളത്തിൽ പേരുകും ex-Muslim, സംഗിയെ പറ്റിച്ചു ജീവിക്കും, സംഗിയെ പറ്റിച്ചു ജീവിക്കും, സംഗികൾ ഇവൻ മക്കേ അതിമക്കൾ. സംഗി ജീവിതം ജീവിതം, ക്രിസംഗി ജീവിതം പൈ ജീവിതം, മുസംഗി ജീവിതം പത്തപ്പോക ജീവിതം. എന്തൊക്കെയല്ലേ ഇവിടെ നടക്കുന്നത്? നോമ്പെടുക്കാത്ത ഷമി കുറ്റക്കാരൻ, ദൈവത്തോട് മറുപടി പറയേണ്ടി വരും. തമ്പുരാനെ, എന്നാലും എൻ്റെ ഷമി എങ്ങനെയൊക്കെ ചെയ്യാവോ? നമുക്ക് നോമ്പൊക്കെ നോക്കിയിട്ട് കളിച്ചാൽ പോരെ? അല്ലെങ്കിൽ കളിക്കരുത് കൈ എന്നിട്ട് പാടത്തെ ക്രിക്കറ്റ് കളി വല്ലതും ആണല്ലോ. ഇത് കോമഡി അതൊന്നും അല്ല കേട്ടോ. ഈ സംഗീത രൂക്ഷമായിട്ട് വിമർശിച്ചത് ആരാന്ന് നിങ്ങൾക്കറിയാം? അതാണ് അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്തെ ദേശീയ പ്രസിഡന്റ് റസ്വി, ഷഹാബുദ്ദീൻ റസ്വി. ഇതേതെങ്ങനെ അവതാരം എന്ന് ഞാൻ ആദ്യം ആലോചിച്ചു. അപ്പോൾ ഈ അഖിലേന്ത്യാ ജമാഅത്തെ മുസ്ലിം ജമാഅത്തെ എന്ന് പറഞ്ഞാൽ ഈ സംഘടന ഏതാന്ന് പോലും പടച്ചമ്പുരാന് പോലും അറിയില്ല. നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലോ ഞാനെവിടെയും കേട്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു സംഘടന. കേരളത്തിലൊന്നും ഇങ്ങനെ സംഘടന കേട്ടിട്ട് പോലും ഇല്ല. സംഭവം ഇതൊരു തട്ടിക്കൂട്ട് പരിപാടി. നമ്മുടെ റസ്വി എന്ന് പറഞ്ഞത് ഈ അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ഈ പാവപ്പെട്ട സംഖ്യകൾ വിചാരിക്കും ഇതെന്തോ മൊത്തം മുസ്ലിങ്ങളെ മറ്റേ പേരവകാശം എഴുതി കൊടുത്തിട്ടുള്ള ഏതോ ഒരു സംഘടന. സത്യം പറഞ്ഞാൽ ഇവൻ്റെ ഈ താടി ഉണ്ടെങ്കിൽ, നമ്മുടെ റസ്വിൻ്റെ താടി ഉണ്ടില്ലെങ്കിൽ ഇതുപോലത്തെ ഏതോ 4 ആട്ടുംതാടുള്ള ടീം ഉണ്ടാക്കിയ സംഘടന മാത്രമാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ സംഘടനക്ക് ഇത്ര ചൊറി എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഷമി കളിച്ചത് ഇന്ത്യക്ക് വേണ്ടിയിട്ടാടാ, ഷമി കളിച്ചത് പാകിസ്ഥാന് വേണ്ടിയിട്ടല്ല. പാകിസ്ഥാൻ ടീമങ്ങളൊക്കെ ആണെങ്കിൽ നോമ്പൊക്കെ നോറ്റ് എന്താ പറയുക കളിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പടച്ചോൻ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ആരെയും. നമ്മൾ അറിഞ്ഞിടത്തോളം പടച്ചോൻ അത്ര വലിയ ക്രൂരരൊന്നും അല്ല. നിങ്ങളൊരു രാജ്യത്തിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്, അല്ലാണ്ട് നിങ്ങൾ മറ്റേ പാടത്തെ കണ്ടം ക്രിക്കറ്റ് അല്ല. അത് ആലോചിച്ചാൽ മതി. ഇനി ഇത് മനസ്സിലാവാത്തത് നമ്മുടെ സംഘികൾക്ക് മാത്രമാണ്. നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്കും ബാക്കിയുള്ള ആൾക്കാർക്കും കാര്യം മനസ്സിലായി, ഇതിൽ വലിയ കഴമ്പൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ സംഘികൾ ഇത് വെച്ച് കയറുന്നുണ്ട്. അത് ഇനി മുസംഖ്യ ആണെങ്കിലും വേണ്ട, ക്രിസംഖ്യ ആണെങ്കിലും വേണ്ട, നമ്മുടെ എച്ചിൽ മുസ്ലിം ഇതുപോലെയാണെങ്കിലും വേണ്ടില്ല. ഇതിട്ട് അങ്ങോട്ട് ആഘോഷിച്ച് അർമാദിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ വീണ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ ഈ ഇറച്ചി കഷ്ണം ഉണ്ടല്ലോ, ഇറച്ചി കഷ്ണം പോട്ടെ, എല്ലും കഷ്ണം കണ്ടാൽ ഈ മറ്റേ നായി ചാടി കടിക്കുന്ന പോലെയാണ്. ഇങ്ങനത്തെ ഓരോ എല്ലും കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ അത് മുസംഖ്യ ആയിക്കോട്ടെ, ക്രിസംഖ്യ ആയിക്കോട്ടെ, സംഖ്യ ആയിക്കോട്ടെ, നമ്മുടെ എച്ചിൽ മുസ്ലിം ആയിക്കോട്ടെ, ഇവരും എല്ലാവരും കൂടെ ചാടി കയറി അത് മുന്നോട്ട് വെക്കും. ഇനി യഥാർത്ഥ മുസ്ലിം അല്ലെ, നമ്മുടെ ഇന്ത്യയിലുള്ള യഥാർത്ഥ മുസ്ലിം ഇപ്പം ഷമി നോമ്പ് നോമ്പ് നോറ്റിട്ടോ ക്രിക്കറ്റ് കളിച്ചാൽ നന്നായി കളിച്ചെങ്കിൽ അത് മതി. നന്നായിട്ട് കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാന്ന്. നോമ്പ് നോറ്റൊരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ അതൊന്നുമല്ല നമ്മളിവിടെ പറയാൻ വന്നത്. അപ്പം ഈ ഒരു റസ്വി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അവതാരം, ഇതിൻ്റെ ഇടയ്ക്കും ഇങ്ങനെ ചില കമൻറ്റുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാമെന്ന് പറയുമ്പോൾ ഈ ക്രിസ്മസ് അതുപോലെ തന്നെ ന്യൂ ഇയർ പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതൊന്നും മുസ്ലിങ്ങൾക്ക് പറഞ്ഞതല്ല എന്നും പറഞ്ഞിട്ട് ഈ റസ്വി കുറച്ച് മുമ്പ് 4 ഡയലോഗ് അടിച്ചിരുന്നു. അതായത് മുസ്ലിമിൻ്റെ മൊത്തം പേറ്റവകാശം അങ്ങോട്ട് എടുത്ത പോലെയാണ് നമുക്ക് തോന്നിക്കുന്നത്. പക്ഷേ ഈ റസ്വി എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന റസ്വി എനിക്ക് തോന്നുന്നത് മുപ്പരെ ലോക്കൽ ഏതൊരു കമ്മിറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു നമ്മുടെ നാട്ടിലുണ്ടാവില്ല മറ്റേ ഏതെങ്കിലുമൊക്കെ മറ്റേ ക്ലബ്ബുകളൊക്കെ, അങ്ങനത്തെ ഒരു ക്ലബ്ബ് സെറ്റപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മുടെ സംഘികൾ അറിഞ്ഞിടത്തോളം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ മുസ്ലിമിൻ്റെ എന്തോ ഒരു വലിയ കൊണാണ്ടർ എന്നാണ് വിചാരം. പാവം സംഘികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സംഘികൾ മറ്റേ എല്ലും കഷ്ണത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ അറപ്പിക്കിനെ പോലത്തെ പല ആൾക്കാരും ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കും. കുറ്റം നമ്മൾ പറയുന്നില്ല. ഞാൻ എന്തുകൊണ്ട് നമ്മളിതൊക്കെ പറയണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്തിനാണ് ഈ റസ്വിനെ അങ്ങോട്ട് ഇതാക്കുന്നത്? അതായത് റസ്വി നമ്മുടെ സംഘികൾ ഇപ്പം ഇന്ന് പറഞ്ഞ കണക്കിൽ ഈ മുസ്ലിമിന് വേണ്ടിയിട്ട് മൊത്തം മുസ്ലിമിൻ്റെ അവകാശം ഏറ്റെടുത്തിട്ട് ഈ മുസ്ലിമിൻ്റെ ഒരു തീരുമാനമാണ്. മുസ്ലിങ്ങൾ ഇങ്ങനെ തീരുമാനിക്കും ഷമ്മി ചെയ്തത് രാജ്യദ്രോഹമാണ്, ഷമ്മി അങ്ങനെ ചെയ്യാൻ പാടില്ല, ഷമ്മി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ ഒരു തീരുമാനമായിട്ടാണ് നമ്മുടെ സംഘികൾ ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ ഇതേ റസ്വി കഴിഞ്ഞ ന്യൂ ഇയറിന്
ഈ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നെക്സ്റ്റ് ഡേ നമ്മുടെ റസ്വിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര പേര് കേട്ടിട്ട് അറിയില്ല കേട്ടോ. ആ പ്രസ്താവന എങ്ങനെയായിരുന്നു? അഖണ്ഡ ഭാരതത്തിന് വേണ്ടിയിട്ട് മോദിജിയുടെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ യോഗിജിയുടെ കൂടെയും ഒരുമിച്ച് നിൽക്കും എന്നും പറഞ്ഞിട്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ നോട്ട് ചെയ്ത കാര്യം. അപ്പം മുസ്ലിങ്ങൾക്ക് വേണ്ടി ഘോരം പ്രസംഗിക്കുന്ന ഇയാൾ നമ്മുടെ പ്രധാനമന്ത്രി, അതായത് നമ്മുടെ പ്രധാനമന്ത്രി ഈ പറഞ്ഞ യോഗിയൊക്കെ തന്നെയാണല്ലോ ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരെന്തുകൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ റസ്വി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ചുമരുമ്പിൽ ഒട്ടിക്കുന്ന റബ്ബർ സ്റ്റാമ്പില്ലേ, അതായത് ഒരു ന്യൂസ് ഉണ്ടാക്കണം, മുസ്ലിങ്ങൾക്കെതിരെ ഉള്ളൊരു ന്യൂസ് ഉണ്ടാക്കണം, അതായത് ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളോട് ദേഷ്യം വരുന്ന രീതിയിലുള്ള ന്യൂസ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനത്തെ ചെറ്റ വർത്താനങ്ങൾ ഇടയ്ക്കിങ്ങനെ ഒന്ന് പറയണം. ഇപ്പോൾ ഷമ്മിയുടെ കാര്യം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ന്യൂ ഇയർ അല്ലെങ്കിൽ ക്രിസ്മസ് ഒന്നും മുസ്ലിങ്ങൾ ആഘോഷിക്കരുത്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ പോലത്തെ ചില കോൺട്രവേഴ്സി ന്യൂസുകൾ ഉണ്ടാക്കണമെങ്കിൽ മോദിജിയുടെ ആസനം നക്കിയിട്ടുള്ള 1-2 അടിമകൾ വേണം. അതുപോലത്തെ ഒരു അടിമ മാത്രമാണ് ഈ അഖിലേന്ത്യാ ജമാഅത്തയുടെ പ്രസിഡൻ്റായിട്ട് നിൽക്കുന്ന ഈ ഏതോ ഒരു മലവാണം. അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഈ മറ്റേ ആട്ടും താടിക്ക് ഒരു റോളും ഈ നാട്ടിലില്ല. അപ്പം ചെയ്യേണ്ട സമയത്ത് മോദിജിയുടെ ആസനം നക്കുകയും വേണം. അതല്ലാത്ത സമയത്ത് മുസ്ലിം കെട്ടിട്ട് കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പല സംഖ്യകളും പല കാര്യങ്ങളും പറഞ്ഞു വരണമെങ്കിൽ ഇതുപോലത്തെ കോൺട്രവേഴ്സി ന്യൂസുകൾ ഉണ്ടാക്കണം. അതിന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണ്. ഇതെല്ലാം കൂടെ കണ്ടിട്ട് അഖിലേന്ത്യാ ജമാഅത്ത് എന്ന് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ സകലമായ സംഖ്യകളും ക്രിസംഗി മുസംഗി മുസ്ലിമുകൾ എല്ലാവരും കൂടെ വിചാരിച്ച് നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിയാണിത്. ഈ ജമാഅത്തെ ഇസ്ലാമിയും ഈ പറഞ്ഞ അഖിലേന്ത്യാ ജമാഅത്തും തമ്മിൽ ഒരു മൂത്രം തുള്ളിത്തെറിച്ച് ബന്ധം പോലുമില്ല. അതാണ് അതിനേക്കാൾ വലിയ കോമഡി. ഇതൊന്നും നമ്മുടെ സംഖ്യയോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സംഖ്യയൊക്കെ ഇതൊക്കെ വല്ല പറയും എവിടെ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ. പ്രത്യേകിച്ച് നോമ്പ് കാലം കൂടെ ഒക്കെ അല്ലേ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വെകിളി പോയിട്ട് ആൾക്കാരും ഇങ്ങോട്ട് ചാടി വെക്കുകയെ മറ്റേ എന്തോ തിന്നാൻ കിട്ടുക, ഈ ചക്ക കൂട്ടാൻ കണ്ട എന്തോ സാധനം പറഞ്ഞില്ല, അത് തന്നെ. അപ്പോൾ ഇതൊക്കെ അത്രയേ ഉള്ളൂ. ഏതായാലും ഷമി നന്നായി കളിച്ചു, വിക്കറ്റുകളൊക്കെ എടുത്തിട്ടുണ്ട്, പൊളിക്കും. എന്താണെങ്കിലും ഇനി ഫൈനൽ വരാൻ പോകുന്നുണ്ട്. ഷമിയെ നോമ്പൊന്നും എടുത്ത് വെറുതെ എന്താ പറയുക ടയേർഡൊന്നും ആവരുത്. കുറേ 10 ഓവർ ചെയ്യാണ്ട്, ഫീൽഡ് ചെയ്യാനുണ്ട്, ബാറ്റ് ചെയ്യാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. വെറുതെ നോമ്പൊന്നും എടുക്കാൻ നിൽക്കണ്ട. രാജ്യത്തിന് വേണ്ടിയാണ് കളിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് കളിക്കുക. പിന്നെ ഇതുപോലത്തെ പല സംഖ്യ മുഖംമൂടി അല്ലെങ്കിൽ മുസ്ലിം മുഖംമൂടിയിട്ട പല മുസംഖി ക്രിസംഖികളും നിന്നെപ്പറ്റി പല അപരാധങ്ങളും പറയും. അന്ന് ഈ കാര്യമൊക്കെ ഉണ്ട്. അങ്ങനെ അപരാധങ്ങൾ പറയുകയും ചെയ്യും. നമ്മുടെ സംഖ്യകളും മുസംഖികളും ക്രിസംഖികളും അതെടുത്ത് വലിയ ന്യൂസ് ആക്കുകയും ചെയ്യും. അപ്പോൾ സംഖ്യകളൊക്കെ മാറ്റി നിൽക്കുക, ഇവരൊക്കെ അങ്ങോട്ട് മാറ്റി നിൽക്കട്ടെ. ഷമി നിങ്ങൾ കളിച്ച് പൊളിച്ചിട്ട് വാ. എന്തായാലും ഫൈനൽ ഇന്ത്യ ജയിക്കട്ടെ. അത് എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് കളിയുണ്ട്. എല്ലാവരും ഇപ്പോൾ കളി കാണുക. നോമ്പാണ് കേട്ടോ, കളി കാണുന്നതിനൊരു കുഴപ്പമില്ല, കളിയൊക്കെ കണ്ടോട്ടോ. ഈ TV തുറന്ന് വെച്ചാൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞ് ഇതുപോലത്തെ പല മുസ്ലിംമാരും നിങ്ങളോടൊക്കെ പറഞ്ഞു വരും. അതൊന്നും വലിയ കാര്യമൊക്കെ ഒന്നും വേണ്ട, നിങ്ങൾ കളി കേട്ടോ, ഒരു കുഴപ്പമില്ല. Ex-Muslim sangi Muslim, Chris sangi Muslim, sangi chiltinnu ജീവിക്കും ex-Muslim, sangi kay vaitalamaദിക്കും, sangi kay തുണിപൊക്കി കാണിക്കും, sangi kay തള്ളയെ ഭോഗിക്കും, sangi kay ആസനം നക്കും. ex-Muslim, സിന്ദാബാദ് മുസംഗി, സിന്ദാബാദ് ക്രിസംഗി, സിന്ദാബാദ്.